അധികൃതരുടെ അവഗണനയിൽ ബന്ദിയോട് ബേരിക്ക ബീച്ച് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നതായി പരാതി. ജനപ്രതിനിധികളും പ്രാദേശിക ഭരണകൂടവും നേതാക്കളുമെല്ലാം ഇക്കാര്യത്തിൽ ഒരുപോലുള്ള അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതകളുള്ള മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ബേരിക്ക ബീച്ച് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയും കടലാക്രമണ ഭീഷണി നേരിട്ടും വളരെ വേഗത്തിൽ തന്നെ തകർച്ചയിലേക്ക് നടന്നെടുക്കുകയാണ്. അതേസമയം ഇക്കാര്യം കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ പുലർത്തുന്ന അലംഭാവത്തിലും അവഗണനാ മനോഭാവത്തിനുമെതിരെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പുകയുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തെ കടലാക്രമണത്തിൽ തകർന്ന റോഡ് ഇപ്പോഴും പലയിടങ്ങളിലും പിളർന്നും വിള്ളൽ വീണും അതേപടി കിടക്കുന്നു. ഇത് സഞ്ചാരയോഗ്യമാക്കാൻ പോലും ഇതുവരെയായി അധികൃതർ മെനക്കെട്ടിട്ടില്ല. മാത്രമല്ല, ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒന്നിരിക്കാനോ വിശ്രമിക്കാനോ ഉള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. തിരയേറ്റം തടയാനോ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു നടപടിയോ ഇവിടെ എങ്ങും കാണാനില്ല. ഇതിനുവേണ്ടി കാലങ്ങളായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന തീരദേശവാസികൾ ഇപ്പോൾ കടുത്ത നിരാശയിലും ആശങ്കയിലുമാണ്. ഇത് ഞങ്ങൾ ബേരിക്ക ബീച്ചിൻ്റെ കല്ലിട്ടത് 40 കൊല്ലം മുമ്പ് സുബ്ബറാവ് ഇട്ട കല്ലാണ്. സുബ്ബറാവ് MP ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ 40 കൊല്ലത്തിൽ ഈ നാട്ടിന് കടൽ കലക്കിയിട്ടും കൂടെ ഇല്ല, എന്താക്കിയിട്ടില്ല. കടൽ തൊട്ടിട്ട് അനക്കിയിട്ടും കൂടെ ഇല്ല. ഞങ്ങൾ നല്ല സേഫായിട്ട് നിന്നിട്ടുണ്ട്. ഇനിയത്തെ കൊല്ലം ഇനി എന്ത് സംഭവിക്കും, എങ്ങനെ വരും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് കലക്കിന പെരിങ്ങപ്പള്ളീൻ്റെ പടിഞ്ഞാറ് സൈഡെല്ലാം കലക്കിയിട്ട് ഇട്ടേന് ഓറിത്തറിച്ച പൊയ്യ 5 കിലോൻ്റെ പൊയ്യ കെട്ടാക്കിയിട്ട് ഇട്ടിട്ട് കോടിക്കണക്കിൽ പൈസ പാസ്സാക്കിക്കുന്നു. അതേപോലെ അങ്ങോട്ടും ഉണ്ട്, അതിനെ പണിയെടുപ്പിച്ചിട്ടില്ല. നോക്കാനും പറയാനും ആരുമില്ലാത്തതിനാൽ ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വേളകളിൽ ജനപ്രതിനിധികളും നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്തതാണ് ഈ പരിതാപകരമായ കാഴ്ചയ്ക്ക് കാരണമായതെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. ഉറക്കത്തിലാവുകയോ ഉറക്കം നടക്കുകയോ ചെയ്യുന്ന അധികാരികൾ ഇനിയെങ്കിലും കണ്ടറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നും മംഗൽപാടിയുടെ ഈ തീരപ്രദേശത്തെ മനോഹരമാക്കാനും സുരക്ഷിതമാക്കാനും അതിലൂടെ മാറ്റത്തിൻ്റെ പുതിയൊരു പാത വെട്ടിത്തുറക്കാനും മനസ്സുവെക്കണമെന്നുമാണ് ഇപ്പോൾ പൊതുവിലുയരുന്ന ജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.